നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ലാസ്റ്റ് ഡേ ഒരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നു. അതായത് ലബോറട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ആയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കുറെ എണ്ണത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാത്തവർ നമുക്ക് ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഒക്കെ ഡയറക്റ്റ് മെസ്സേജസ് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് ആണ്. സോ അതെല്ലാം ഇന്ന് നിങ്ങളുടെ മുന്നിൽ എന്താണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ പറ്റുന്ന ഈ വർഷം അവസാനം PSC നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലബോറട്ടറി അസിസ്റ്റന്റ് എന്നാണ് ഈ ഒരു തസ്തികയുടെ നെയിം. ഇത് ഹയർ സെക്കൻഡറി, അതായത് DHSA ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയാണ് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനു മുൻപ് ഒരു ലാബ് അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് MLT അതുപോലെ തത്തുല്യ യോഗ്യതയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും ഇത് എൻറ്റയർ ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒന്നെന്ന് പറയുമ്പം ഈ ഒരു പരീക്ഷയ്ക്ക് ഫസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ ലബോറട്ടറി, അതായത് മെഡിക്കൽ ഫീൽഡിലേക്ക്, മെഡിക്കൽ ലബോറട്ടറിയിലേക്ക് വിളിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുള്ളത് ഓൾറെഡി അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. അതിന്റെ ഇപ്പൊ എക്സാം ഡേറ്റ് എന്താണ്, ഏകദേശം PSC റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെ നമുക്ക് അതിന്റെ എക്സാം വരികയാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, റിലീസ് ചെയ്തിട്ടില്ല. ഇത് അവസാനമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷ അവസാനമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് 2023 2023 ഈ ഒരു പരീക്ഷ അവസാനമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ആ പരീക്ഷ അന്ന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞത് ഇത് 29/11/2023 ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റാണ് വിളിച്ചത്. ഇതിന്റെ ഏകദേശം 24,400 മുതൽ 55,200 രൂപ വരെ ആയിരുന്നു നമുക്ക് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ജില്ലാതല അടിസ്ഥാനമാക്കി നടത്തുന്ന ഒരു പരീക്ഷയാണ്. സ്റ്റേറ്റ് വൈഡ് അല്ല, ഓരോ ജില്ലയ്ക്ക് അനുസരിച്ച് നമുക്ക് വേക്കൻസി ഉള്ളതനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് ആ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു പരീക്ഷയായിരുന്നു. ഇനി ഇതിന് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാൻ അന്ന് സാധിക്കുമായിരുന്നു. പക്ഷേ പുതിയൊരു അതായത് ഇനി നമുക്ക് PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കും, അതേപോലെ തന്നെ എത്രയാണ് 43 വയസ്സ് വരെ OBC കാറ്റഗറിക്കും, 45 വയസ്സില് SC ST കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഇനി പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഇതനുസരിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ, കൂടുതലായിട്ടും ആളുകൾക്ക് ഒരു ഡൗട്ട് വരുന്നൊരു കാര്യം ഇതിന്റെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചാണ്. അതായത് നിങ്ങൾ 10th പാസ് ആയിട്ടുള്ള ഒരാൾ, പാസ് ഇൻ SSLC എഡ്യൂക്കേഷൻ, 10ാം ക്ലാസ് യോഗ്യത ഉള്ള ആർക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതേ കൂട്ടത്തിൽ നമുക്ക് വരുന്നതാണ് കേരള PSC നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, ലാബ് അറ്റൻഡർ ടെസ്റ്റ് ഉണ്ട്. ആ ലാബ് അറ്റൻഡർ ടെസ്റ്റ് പാസ്സാകണം എന്നൊരു കണ്ടീഷൻ പറയുന്നത്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് വേണമെന്നില്ല. അതായത് നിങ്ങൾ പ്രൊബേഷൻ പീരീഡിൽ കയറുന്ന സമയത്ത്, ജോലി കിട്ടി പ്രൊബേഷൻ പീരീഡിന്റെ സമയത്ത് ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതിയാകും എന്ന് വ്യക്തമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ LDയുടെ സാമ്യമുള്ള സിലബസ് തന്നെയാണ്. അവിടെ നമുക്ക് GK, അതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നുള്ള ഡിവിഷനോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് GKക്കകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ നമുക്ക് ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു പരീക്ഷയ്ക്കും ഈ ഒരു പരീക്ഷയ്ക്കും ഒറ്റ സിംഗിൾ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ലബോറട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ നേരത്തെ തന്നെ AZB അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി ഡയറക്റ്റ് ആയിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കുക. അപ്പൊ നിങ്ങളുടെ ഓൾമോസ്റ്റ് സംശയങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ വഴി നീക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതിയാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം,
നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.